90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം, ഹണ്ട ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. വയനാട്ടിൽ പോലീസ് മാവോയിസ്റ്റ് വെടിവെപ്പ്, ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. സംഭവം പടിഞ്ഞാറത്തറ വാളരംകുന്ന് വനമേഖലയിൽ. പട്രോളിംഗിനിടെ തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ മാവോയിസ്റ്റുകൾ വെടിയുതിർത്തെന്ന് പോലീസ്. മേഖലയിൽ തെരച്ചിൽ തുടരുന്നു. മാവോയിസ്റ്റുകളിൽ നിന്ന് ഡബിൾ ബാരൽ ഗൺ, ലഘുലേഖകൾ എന്നിവ പിടിച്ചെടുത്തു. മാവോയിസ്റ്റ് സംഘത്തിൽ 6 പേരെന്ന് വയനാട് ജില്ലാ പോലീസ് മേധാവി ജി പൂങ്കുഴലി. എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലുള്ള ബിനീഷ് കോടിയേരിയെ കാണാൻ അഭിഭാഷകനെ അനുവദിച്ചില്ല. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകൻ. ബിനീഷിനെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നു. സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും എൻഫോഴ്സ്മെന്റ് ജയിലിൽ ചോദ്യം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് തുടർച്ചയായ 5ാം ദിവസം. എം ശിവശങ്കർ ഇടപെട്ട കെ ഫോൺ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ വിവരം ചോദിച്ചറിയാൻ ഇഡി. വിദേശത്തേക്ക് ഡോളർ കടത്തെ കേസിൽ UAE കോൺസുലേറ്റിലെ മുൻ അക്കൌണ്ടിനെ പ്രതി ചേർക്കാൻ കസ്റ്റംസ്. അനുമതി തേടി കോടതിയിൽ ഹർജി നൽകി. ഖാലിദ് മുഹമ്മദ് ഷൌക്കറിക്കെതിരെ റെഡ് കോർണർ നോട്ടീസിന് നീക്കം. ലൈഫ് മിഷനിലെ കോടയായ 3.6 കോടി രൂപയുമായി ഖാലിദ് വിദേശത്തേക്ക് കടന്നിരുന്നു. യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ നൽകിയ എല്ലാ ഐഫോണുകളും ഹാജരാക്കാൻ അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസർക്ക് വിജിലൻസ് നോട്ടീസ് നൽകും. തിരിച്ചറിഞ്ഞ എല്ലാ ഫോണുകളും പിടിച്ചെടുക്കാൻ തീരുമാനം. നറുക്കെടുപ്പിലൂടെ ലഭിച്ച ഫോൺ അടിയന്തരമായി ഹാജരാക്കാൻ എയർ അറേബ്യ കമ്പനി ഉദ്യോഗസ്ഥൻ പത്മനാഭ ശർമ്മയ്ക്കും വിജിലൻസിന്റെ നോട്ടീസ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ നിയമപരമായി നേരിടുമെന്ന മുഖ്യമന്ത്രിയുടെ വാദം നിലനിൽക്കില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. വിളിച്ചു വരുത്തിയ ശേഷം അന്വേഷണത്തിനെതിരെ തിരിഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യാറുണ്ടെങ്കിലും സംസ്ഥാനത്ത് നിലവിൽ നടക്കുന്ന അന്വേഷണം അങ്ങനെയാണെന്ന് കരുതാനാവില്ലെന്നും ജസ്റ്റിസ് കമാൽ പാഷ. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്വേഷണ ഏജൻസികളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. വിജിലൻസിനെ കൊണ്ട് എം ശിവശങ്കറിനെതിരെ കേസെടുപ്പിച്ചത് CBI അന്വേഷണം അട്ടിമറിക്കാനാണെന്നും കെ ഫോൺ സുതാര്യമാണെങ്കിൽ രേഖകൾ നൽകണമെന്നും രമേശ് ചെന്നിത്തല. IS കേരള മൊഡ്യൂൾ സ്ഥാപകാംഗം അറസ്റ്റിൽ. NIA കൊച്ചി യൂണിറ്റിന്റെ പിടിയിലായത് അൻസാർ ഉൽ ഖിലാഫത്ത് കേരള സ്ഥാപകരിൽ പ്രധാനി തിരുവനന്തപുരം സ്വദേശി സിദ്ദിഖുൽ അസം. സിദ്ദിഖിനെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. മുൻകാല പ്രാബല്യമില്ലാതെ മുന്നാക്ക സംവരണം നടപ്പിലാക്കാനുള്ള PSC തീരുമാനത്തിനെതിരെ NSS. PSCയുടേത് സംവരണം അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് G സുകുമാരൻ നായർ. PSC ഭരണഘടനാ ഭേദഗതിയെ ചോദ്യം ചെയ്യുന്നു. ദൈവം കനിഞ്ഞാലും പൂജാരി കനിയില്ല എന്ന നിലപാടാണ് PSCക്കെന്നും വിമർശനം. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നത് വൈകും. ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനമായില്ല. മാനദണ്ഡപ്രകാരം ക്ലാസ് തുടങ്ങാൻ സജ്ജമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. വിഷയത്തിൽ അന്തിമ തീരുമാനം കോവിഡ് വിദഗ്ധ സമിതിയുടേത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ വർഷമില്ല. പദ്ധതി നടത്തിപ്പിനായി റീടെൻഡർ വിളിക്കും. തുടർ നടപടികൾക്കായി അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി. 2021 ജനുവരിയിൽ പദ്ധതി തുടങ്ങാൻ ആലോചന. 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന തീരുമാനം പിൻവലിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം. വിട്ടുവീഴ്ചയില്ലെന്ന് ലീഗ് നേതൃത്വം ആർക്കും ഇളവ് നൽകില്ലെന്നും തീരുമാനം നടപ്പാക്കുമെന്നും KP മജീദ്. പാണക്കാട്ടേക്ക് അഭ്യർത്ഥന യാത്ര നടത്തിയിട്ട് കാര്യമില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ്. വിധിയെഴുതുന്നത് സീമാഞ്ചൽ മേഖലയിലെ 94 മണ്ഡലങ്ങൾ. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും നിതീഷ് കുമാർ മന്ത്രിസഭയിലെ 6 മന്ത്രിമാരും മത്സര രംഗത്ത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരായ പരാതിയിൽ അന്വേഷണം. സോളാർ കേസ് പ്രതി DGPക്ക് നൽകിയ പരാതി തിരുവനന്തപുരം കമ്മീഷണർക്ക് കൈമാറി. പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ കമ്മീഷണർക്ക് നിർദ്ദേശം. പരാതിക്ക് ആധാരമായ വിവാദ പ്രസംഗം പോലീസ് പരിശോധിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. എയർ കസ്റ്റംസ് ഇന്റലിജൻസ് പിടികൂടിയത് 3 കിലോ സ്വർണം. 3 വിമാനങ്ങളിലായി ദുബായിൽ നിന്നെത്തിയ 3 യാത്രക്കാർ പിടിയിൽ. 1,20 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് പിടികൂടിയത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കുന്നത് മാറ്റി. ദീപാവലി അവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് L നാഗേശ്വര റാവു അധ്യക്ഷനായ ബെഞ്ച്. കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന CBIയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു.
അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് അഭിപ്രായ സർവേകളിൽ ജോ ബൈഡന് മുൻതൂക്കം. ബാറ്റിൽ ഗ്രൗണ്ട് സംസ്ഥാനങ്ങൾ നിർണായകമാകും. തപാൽ വോട്ടുകളും ഏർലി വോട്ടുകളും രേഖപ്പെടുത്തിയത് 10 കോടിയോളം പേർ. തെരഞ്ഞെടുപ്പ് ഫലം വൈകിയേക്കുമെന്ന് സൂചന. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നഗരങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. എറണാകുളം വൈറ്റില സ്വദേശി വത്സ കിളികാറാണ് മരിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. നോക്കാം ദേശീയ വാർത്തകൾ. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുറയുന്നു. 24 മണിക്കൂറിടെ റിപ്പോർട്ട് ചെയ്തത് 38,310 കേസുകളും 490 മരണവും. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 82 ലക്ഷവും രോഗമുക്തരുടെ എണ്ണം 76 ലക്ഷവും കടന്നു. കോവിഡ് വ്യാപനത്തിനിടയിലും ബീഹാറിൽ ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നത് ജനാധിപത്യത്തോടുള്ള വിശ്വാസമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തിന്റെ ശക്തിയും ഭക്തിയുമാണ് ബീഹാറിൽ കാണുന്നതെന്നും നരേന്ദ്രമോദി. ബീഹാറിൽ മാറ്റത്തിന്റെ തരംഗമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ശത്രുഘ്നൻ സിൻഹ. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ലവ് സിൻഹയ്ക്ക് അനുകൂലമാകുമെന്ന് ഉറപ്പുണ്ട്. വിജയിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നതെന്നും പരാമർശം. ബോളിവുഡ് താരം അമിതാഭ് ബച്ചനെതിരെ കേസ്. കോൻ ബനേഗ കോർപതി എന്ന പരിപാടിക്കിടെ നടത്തിയ പരാമർശത്തിനെതിരെ കേസെടുത്തത് ലക്നൌ പോലീസ്. അംബേദ്കർ മനുസ്മൃതി കത്തിച്ചു എന്ന പരാമർശം ഹിന്ദുവിരുദ്ധവും തെറ്റായതുമെന്ന് എഫ്ഐആർ. ഡൽഹിയിലെ താപനില 10.8 ഡിഗ്രിയിലെത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് നവംബറിൽ താപനില 10 ഡിഗ്രിയിലെത്തുന്നത്. ഇതുവരെയുള്ള നവംബറിലെ ശരാശരി താഴ്ന്ന താപനിലയേക്കാൾ 4 ഡിഗ്രി കുറവാണ് ഇത്. മേഘാലയയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് പുലർച്ചെ. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബീഹാറിലെ ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്യുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ്. സംസ്ഥാനത്ത് മാറ്റം ആവശ്യമായതുകൊണ്ട് തനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. പുരോഗമനപരമായ സർക്കാർ വേണമെന്ന ജനങ്ങളുടെ ആഗ്രഹത്തെ നിറവേറ്റാൻ സാധിക്കുമെന്നും തേജസ്വി യാദവ്. ഡൽഹിയിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ 3 പേർ പിടിയിൽ. പീഡനം രോഹിണിയിൽ ആശുപത്രി പാർക്കിംഗ് സ്ഥലത്ത് വെച്ച്. പിടിയിലായത് സെക്യൂരിറ്റി ഗാർഡ് ഉൾപ്പെടെയുള്ളവർ. ഗിൽഗിത്തും ബാൾട്ടിസ്ഥാനും ഇന്ത്യയുടേതാണെന്നതിൽ സംശയം വേണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ പാസാക്കിയ നിയമത്തിന് സാധുതയില്ല. കൈവശപ്പെടുത്തിയിരിക്കുന്ന കശ്മീരിന്റെ ഭാഗങ്ങൾ തിരികെ നൽകാൻ പാകിസ്ഥാന് ബാധ്യതയുണ്ടെന്നും രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ ഡെമോക്രാറ്റിക് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസിന്റെ വിജയത്തിനായി പ്രത്യേക പൂജ നടത്തി തമിഴ്നാട് തിരുവാവൂർ സ്വദേശികൾ. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് പൂജ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം കിട്ടണമെന്ന് നാടൊന്നാകെ പ്രാർത്ഥിക്കുന്നുവെന്ന് ഗ്രാമവാസികൾ. ഈ സീസണിൽ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് ക്ഷേത്രം ദർശിച്ചത് 1 ലക്ഷത്തോളം പേരെന്ന് റിപ്പോർട്ട്. കോവിഡ് നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് ചമോലി സ്വാതി ബഡോറിയ. ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് താപനില പരിശോധിച്ച ശേഷം. മൊറട്ടോറിയം കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതി മാറ്റി. കേസ് നവംബർ 5-ന് പരിഗണിക്കും. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മറ്റൊരു കേസിൽ വാദിക്കുന്നത് കൊണ്ടാണ് മാറ്റിയത്. ബീഹാറിലെ എല്ലാ വീടുകളിലും വൈദ്യുതി ലഭിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2021 മുതൽ 2030 വരെ ബീഹാറിലെ ജനങ്ങളുടെ കൂടുതൽ അഭിലാഷങ്ങൾ നിറവേറ്റേണ്ട സമയമാണ്. അരാരിയ ജില്ലയിലെ ഫോഴ്സ്ഗഞ്ചിൽ നടന്ന പൊതുറാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച് ഫിറോദാബാദ് നിവാസികൾ. നടപടി വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ നിന്ന് പ്രദേശവാസികൾ. ജനങ്ങൾക്ക് അത്യാവശ്യ ജീവിത സൗകര്യങ്ങളൊന്നുമില്ലെന്നും ആരോപണം. ഡൽഹി ബുറാറിയിൽ 3 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 32കാരൻ അറസ്റ്റിൽ. കുട്ടിയുടെ മാതാവിന്റെ കാമുകനാണ് അറസ്റ്റിലായതെന്ന് പോലീസ്. പ്രതി റിമാൻഡിൽ. വിയന്നയിലെ ഭീകരാക്രമണത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഓസ്ട്രിയയ്ക്കൊപ്പം നിൽക്കുന്നു. അഗാധമായ ദുഃഖമുണ്ട്. ആക്രമണത്തിൽ ഇരകളായവർക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊപ്പമാണ് നിലകൊള്ളുന്നതെന്നും പ്രധാനമന്ത്രി. മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പിനിടെ ആക്രമണം. മൊറീനിയിൽ വെടിവെപ്പ്. വോട്ട് ചെയ്ത് മടങ്ങുന്നതിനിടെ 2 പേരെ ആക്രമിച്ചെന്ന് റിപ്പോർട്ടുകൾ. പോലീസ് അന്വേഷണം തുടങ്ങി. ലോകത്ത് പഞ്ചസാര ഉപഭോഗത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യ എന്ന റിപ്പോർട്ട്. രാജ്യത്തെ പ്രതിശീർഷ ഉപഭോഗം ഇനിയും ഉയർന്നാൽ പ്രതിവർഷം 5.2 ദശലക്ഷം ടണ്ണായി പഞ്ചസാര ഉപഭോഗം ഉയരുമെന്ന് ഭക്ഷ്യമന്ത്രാലയം. കോവിഡ് ബാധിതന്റെ വീടിന് പുറത്ത് പോസ്റ്റർ പതിക്കരുതെന്ന് ഡൽഹി സർക്കാർ. ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പോസ്റ്ററുകളും നീക്കം ചെയ്യാൻ നിർദ്ദേശം. വിഷയം ഹൈക്കോടതിയിൽ അറിയിച്ച് ഡൽഹി സർക്കാർ.
ഹരിയാനയിൽ സർവകലാശാലകളും കോളേജുകളും നവംബർ 16 മുതൽ തുറക്കും. തീരുമാനം ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ. കോവിഡ് നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. രാജീവ് ഗാന്ധി വധക്കേസ് പ്രതി പേരറിവാളന്റെ മാപ്പപേക്ഷയിൽ തമിഴ്നാട് ഗവർണർ 2 വർഷമായി തീരുമാനമെടുക്കാത്തതിൽ അതൃപ്തി അറിയിച്ചു സുപ്രീംകോടതി. ഗവർണർ തീരുമാനമെടുക്കുന്ന വൈകുമ്പോൾ എന്ത് ചെയ്യാനാകും എന്ന് പറയണമെന്ന് സുപ്രീംകോടതി. ഇനി അന്തർദേശീയ വാർത്ത. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 12,11,021. 4,73,26,715 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 3,40,35,878 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ ഭീകരാക്രമണം. 3 പേർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്ക്. മരിച്ചവരിൽ ഒരു ഭീകരനും. നഗരത്തിലെ 6 ഇടങ്ങളിൽ ആയുധധാരികൾ വെടിയുതിർത്തു. ഭീകരാക്രമണമാണ് നടന്നതെന്ന് ഓസ്ട്രിയൻ ചാൻസലർ സെബാസ്റ്റ്യൻ കൂർസ്. ഭീകരാക്രമണത്തെ തുടർന്ന് വിയന്നയിലെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത് സൈന്യം. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. അതിർത്തികളിൽ പരിശോധന ശക്തമാക്കി. ആളുകൾ വീടുകളിൽ തന്നെ തുടരണമെന്ന് നിർദ്ദേശം. അടുത്ത വർഷത്തോടെ യൂറോപ്പിൽ കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമാകുമെന്ന് മുന്നറിയിപ്പ്. യൂറോപ്പിലുടനീളം ഭാഗിക ലോക്ഡൌണുകൾ പ്രഖ്യാപിച്ചെങ്കിലും വാക്സിൻ ലഭ്യമാകാതിരുന്നാൽ അടുത്ത വർഷത്തോടെ കോവിഡ് കേസുകൾ കുതിച്ചുയരുമെന്നാണ് മുന്നറിയിപ്പ്. അഫ്ഗാനിസ്ഥാനിൽ ദേശീയ ദുഃഖദിനമായി ആചരിക്കുന്നു. തീരുമാനം കാബൂൾ സർവകലാശാലയിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 22 പേർ, 25ലധികം പേർക്ക് പരുക്ക്. ടാൻസാനിയയിൽ പ്രതിപക്ഷ നേതാവ് അറസ്റ്റിൽ. രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തെന്ന ആരോപിച്ചാണ് അറസ്റ്റ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തുക, തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ബ്രിട്ടനിലെ ലിവർപൂളിൽ വ്യാപക കോവിഡ് പരിശോധന നടത്താൻ തീരുമാനം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരത്തിൽ എല്ലാവർക്കും പരിശോധന. വ്യാപക പരിശോധന വെള്ളിയാഴ്ച മുതൽ. തുർക്കി ഭൂകമ്പത്തിൽ മരണസംഖ്യ 100. റിക്ടർ സ്കെയിലിൽ 7.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത് വെള്ളിയാഴ്ച. അപകടത്തിൽ പരിക്കേറ്റത് 1000-ഓളം പേർക്ക്. 200-ഓളം പേർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ. അമേരിക്ക തൈവാൻ ആയുധ കൈമാറ്റ നടപടികൾ പുരോഗമിക്കുന്നു. $600 മില്യൺ 4 ആധുനിക വ്യോമാക്രമണ ഡ്രോണുകൾ തൈവാന് കൈമാറും. ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള അംഗീകാര നടപടികൾ അവസാന ഘട്ടത്തിൽ. അമേരിക്കയുടെ നീക്കം ചൈനയുടെ സമ്മർദ്ദം നിലനിൽക്കെ. ഈറ്റ ചുഴലിക്കാറ്റിനെ തുടർന്ന് അമേരിക്കയിൽ അറ്റ്ലാന്റിക് തീരത്തുള്ളവർക്ക് മുന്നറിയിപ്പ്. നിക്കരാഗ്വ, ഹോണ്ടുറാസ് എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നു. കനത്ത മഴയ്ക്കും കാറ്റിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. കൊളംബോയിലെ പനതുര ദ്വീപിലെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് അടിഞ്ഞുകൂടിയ 100ഓളം തിമിംഗലങ്ങളെ രക്ഷപ്പെടുത്തി. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ തിമിംഗലങ്ങളെ കടലിലേക്ക് തിരികെ വിട്ടു. രക്ഷാദൌത്യത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ അഭിനന്ദിച്ച് സർക്കാർ. ഗോരി ചുഴലിക്കാറ്റ് വൻ നാശനഷ്ടമുണ്ടാക്കിയ ഫിലിപ്പൈൻസിന് സഹായവുമായി ഐക്യരാഷ്ട്ര സംഘടന. ഫിലിപ്പൈൻസിന് അടിയന്തര സഹായങ്ങൾ നൽകാൻ തീരുമാനം. ഗോരി ചുഴലിക്കാറ്റിൽ രാജ്യത്ത് ഇതുവരെ മരിച്ചത് 16 പേർ. വടക്കൻ ചൈനയിലെ ടിയാൻജിനിൽ റെയിൽവേ പാലം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 8. ബിൻഹായ് ന്യൂ ഏരിയയിലെ 30 മീറ്ററിലധികം നീളമുള്ള പാലം തകർന്നത് അറ്റകുറ്റപ്പണിക്കിടെ. ബിൻഹായ് നദിക്ക് മുകളിലൂടെ കടന്നുപോകുന്ന പാലമാണ് തകർന്നത്. ടർക്കിഷ് തീവ്ര വലതുപക്ഷ ദേശീയ ഗ്രൂപ്പായ ഗ്രേ വോൾസിനെ നിരോധിക്കാൻ ഒരുങ്ങി ഫ്രാൻസ്. ഫ്രാൻസിലെ സമീപകാല സംഭവ വികാസങ്ങളെ തുടർന്നാണ് നിരോധന നീക്കം. ഫ്രാൻസും തുർക്കിയും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിലും നാഗോർണോ കറാബ് സംഘർഷത്തിലും ഗ്രേ വോൾസിന് പങ്കുണ്ടെന്ന് ഫ്രാൻസിന്റെ ആരോപണം. ഓസ്ട്രിയയിലും ഗ്രീസിലും ഭാഗിക ലോക്ഡൌൺ നിയന്ത്രണം പ്രാബല്യത്തിൽ. പൊതുവിടങ്ങളിൽ മാസ്ക് നിർബന്ധം. കൂട്ടം കൂടുന്നതിന് വിലക്ക്. സർവകലാശാലകളിൽ സാമൂഹ്യകലം പാലിച്ചുകൊണ്ട് ക്ലാസുകൾ തുടരും. ഇതിഹാസ ഫുട്ബോൾ താരം ഡിഗോ മറഡോണ ആശുപത്രിയിൽ. വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യസ്ഥിതിയിൽ ഭയപ്പെടാനില്ലെന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉദ്ധരിച്ച് ദ അസോസിയേറ്റഡ് പ്രസിന്റെ റിപ്പോർട്ട്. വെയിൽസ് ഫുട്ബോൾ ടീം കോച്ച് റിയാൻ ഗിഗ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺസുഹൃത്തിനെ കയ്യേറ്റം ചെയ്തതിനാണ് അറസ്റ്റെന്ന് റിപ്പോർട്ടുകൾ. ആരോപണം നിഷേധിച്ച് റിയാൻ ഗിഗ്സ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലെയ്സ്റ്റർ സിറ്റിക്ക് ജയം. ലീഡ്സ് യുണൈറ്റഡിനെ തോൽപ്പിച്ചത് 1-4 ഗോളിന്. ലീഡ്സ് യുണൈറ്റഡിന്റെ ആശ്വാസ ഗോൾ നേടിയത് സ്റ്റുവർട്ട് ഡാലസ്. IPL നിർണായക മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 6 വിക്കറ്റ് ജയം. 16 പോയിന്റ് നേടി ഡൽഹി പ്ലേ ഓഫിൽ കടന്നു. തോറ്റെങ്കിലും റോയൽ ചലഞ്ചേഴ്സ് പ്ലേ ഓഫിൽ പ്രവേശിച്ചു.
IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. മത്സരം ജയിച്ചാൽ ഹൈദരാബാദിന് പ്ലേ ഓഫിൽ പ്രവേശിക്കാം. മത്സരം രാത്രി 7:30 ഷാർജയിൽ. ചെന്നൈയുടെ അവസാന മത്സരത്തിന് പിന്നാലെ ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിച്ച് ഓസ്ട്രേലിയൻ താരം ഷെയ്ൻ വാട്സൺ. ചെന്നൈ ടീമിലെ സഹതാരങ്ങളോടാണ് താരം വിരമിക്കൽ തീരുമാനം അറിയിച്ചത്. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും താരം നേരത്തെ വിടവാങ്ങിയിരുന്നു. ഇറ്റാലിയൻ ഫുട്ബോൾ താരം ഫ്രാൻസിസ്കോ ടോട്ടിക്ക് കോവിഡ്. താരത്തിന്റെ ഭാര്യയ്ക്കും കോവിഡ് പോസിറ്റീവ്. ടോട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്നും രോഗലക്ഷണങ്ങൾ മാറിയെന്നും റിപ്പോർട്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വെസ്റ്റ് ബ്രോമിനെതിരെ ഫുൾഹാമിന് ജയം. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ഫുൾഹാമിന്റെ വിജയം. ജയത്തോടെ 4 പോയിന്റുമായി ഫുൾഹാം വെസ്റ്റ് ബ്രോമിനെ മറികടന്നു. നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി നിയന്ത്രണം കർശനമാക്കി പോലീസ്. നിയമലംഘനം നടത്തിയ 253 പേർക്കെതിരെ നടപടി. വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി സെക്ടറൽ മജിസ്ട്രേറ്റുമാർ. കൊല്ലം കുണ്ടറ പഞ്ചായത്തിൽ അങ്കനവാടി കെട്ടിടത്തിന് നിർമ്മാണോദ്ഘാടനം നടന്നു. നിർമ്മാണം 12.5 ലക്ഷം രൂപ ചെലവിൽ. ഉദ്ഘാടനം നിർവഹിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബുരാജ്. ആശ്വാസ് ലൈഫ് കെയറിന്റെ 257ാമത് ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി കൊല്ലം പുത്തൂരിൽ തുടങ്ങി. കൊടുക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന നിർവഹിച്ച് ഐഷ പൂറ്റി MLA. കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗാന്ധി ഭവനിൽ ഉമ്മൻചാണ്ടി സന്ദർശനം നടത്തി. കോവിഡ് കാലത്ത് പ്രയാസങ്ങൾ നേരിടുന്ന ഗാന്ധി ഭവൻ അന്തേവാസികളുമായി മുൻ മുഖ്യമന്ത്രി സംസാരിച്ചു. സന്ദർശനം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു. ഇരവിപുരം വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി ITUC. പ്രതിഷേധം കേന്ദ്ര കർഷക ബിൽ പിൻവലിക്കുക, കർഷക തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി. ഗായകൻ വിജയ് യേശുദാസ് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. ദേശീയപാതയിൽ തുറവൂർ ജംഗ്ഷനിൽ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇരു വാഹനങ്ങളുടെ മുൻഭാഗം തകർന്നു. ആലപ്പുഴ ട്രഷറിയിൽ പെൻഷൻ വിതരണം തടസ്സപ്പെട്ടു. സർവർ തകരാറാണ് കാരണമെന്ന് അധികൃതർ. മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നത് പെൻഷൻ വാങ്ങാനെത്തിയ നിരവധി പേർക്ക്. ആലപ്പുഴ ജില്ലയിൽ അളവ് തൂക്ക് ഉപകരണങ്ങളുടെ പുനഃപരിശോധനയും മുദ്രവയ്പും തുടങ്ങി. ലീഗൽ മെട്രോളജി വകുപ്പ് പുനരാരംഭിച്ചത് കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച പരിശോധന. ആലപ്പുഴയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഗ്രേഡ് SI പിടികൂടി വിജിലൻസ്. മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI PK ഷാജിമോൻ പിടിയിലായി. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടി വൈക്കം. നേട്ടം ടൂറിസം വികസന പദ്ധതിയായ പെപ്പർ നടപ്പാക്കിയതിലൂടെ. തേക്കടിയിൽ വനം വകുപ്പ് കവാടത്തിന് മുന്നിൽ കുടുംബം സമരത്തിൽ. കിണറ്റുകര സ്വദേശി സജിമോനും കുടുംബവുമാണ് സമരം നടത്തുന്നത്. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന പരിപാടികൾ പ്രമോട്ട് ചെയ്തതിനുള്ള തുക ലഭിച്ചില്ലെന്ന് പരാതി. ഇടുക്കി നെടുങ്കണ്ടത്ത് അങ്കണവാടിയുടെ ഉദ്ഘാടനം നടന്നു. നിർമ്മാണം പൂർത്തീകരിച്ചത് വനിതാ ശിശുവികസന വകുപ്പും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തും ചേർന്ന് അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവിൽ. എറണാകുളം ജില്ലയിലെ പെരുമ്പടപ്പിൽ സൈക്കിൾ ചലഞ്ച്. ഫാത്തിമ ആശുപത്രി നടത്തിവരുന്ന സൗജന്യ ഡയാലിസിസ് പദ്ധതിയുടെ 3ാം വാർഷികത്തെ തുടർന്നാണ് പരിപാടി. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഓഫീസറെ ആദരിച്ചു. പോലീസ് സ്റ്റേഷൻ നടന്ന ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR മോഹൻദാസ്. ഡിഗ്രി പ്രവേശനത്തിന് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ വിജിലൻസ് മൊഴിയെടുത്തു. മട്ടാഞ്ചേരി കൊച്ചിൻ കോളേജിൽ ഡിഗ്രി പ്രവേശനത്തിന് കൈക്കൂലി നൽകിയ മാതാപിതാക്കളും വിദ്യാർത്ഥികളുമാണ് മൊഴി നൽകിയത്. തൃശൂർ ചേറ്റുവ ഹാർബർ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനം. നടപടി ഗ്രാമപഞ്ചായത്ത് അവലോകന യോഗത്തിൽ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പ്രവേശനം. തൃശൂർ കുതിരാനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനം. നടപ്പിലാക്കുക 6.47 കോടി രൂപയുടെ അടിയന്തര നിർമ്മാണ പ്രവർത്തനങ്ങൾ. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. ഹരിത കേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. പിടിയിലായത് കോടതിപ്പടി സ്വദേശി സബീഖ്. പ്രതിയെ റിമാൻഡ് ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ യുവാവിനെ അകാരണമായി മർദ്ദിച്ച സംഭവത്തിൽ പൊന്നാനി SI ബേബിഷിനെതിരെ നടപടി. അന്വേഷണത്തിന്റെ ഭാഗമായി താനൂർ കൺട്രോൾ റൂമിലേക്ക് സ്ഥലം മാറ്റി. മലപ്പുറം ജില്ലയിൽ 2 പ്രത്യേക കോടതികൾ നാടിന് സമർപ്പിച്ചു. പുതിയ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ആരംഭിച്ചത് തിരൂരിലും മഞ്ചേരിയിലും.
മലപ്പുറം പൊന്നാനിയിൽ സഹോദരങ്ങളെ കഞ്ചാവ് മാഫിയ വെട്ടി പരിക്കേൽപ്പിച്ചു. പാലപ്പെട്ടി സ്വദേശികളായ കബീർ, ഉമ്മർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പെരിന്തൽമണ്ണയിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഓഫീസിലുണ്ടായിരിക്കുക മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, 3 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, ഡ്രൈവർ എന്നിവരടങ്ങുന്ന ഒരു ടീം. വള്ളിക്കുന്ന് MLA P. അബ്ദുൽ ഹമീദ് മാസ്റ്റർക്ക് കോവിഡ്. രോഗവിവരം MLA തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വിവിധ കേസുകളിലായി പോലീസ് പിടികൂടിയ വാഹനങ്ങൾ ലേലം ചെയ്തു. വാഹനങ്ങൾ ലേലം ചെയ്തത് 13 ലക്ഷത്തിലധികം രൂപയ്ക്ക്. കോഴിക്കോട് ജില്ലയിലെ മാവൂർ റോഡ് അഴിക്കച്ചാൽ നവീകരണം പൂർത്തിയായി. നവീകരണം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 3.9 കോടി രൂപ ചെലവിൽ. വയനാട്ടിൽ കാറിൽ കടത്തുകയായിരുന്ന മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് വാളാട് സ്വദേശി C. ബാബുരാജൻ. പരിശോധനയിൽ പിടിച്ചെടുത്തത് 30 കുപ്പി മദ്യം. ബീനാച്ചിയിൽ കടുവയിറങ്ങി. കടുവയെ കണ്ടെത്തിയത് ബീനാച്ചിലെ റേഷൻ കടയുടെ പുറകിൽ. വനംവകുപ്പ് സ്ഥലത്തെത്തി കടുവയെ പിടികൂടാൻ നീക്കം തുടങ്ങി. 2019 ക്ഷേത്രകലാ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ക്ഷേത്രകലാ പുരസ്കാരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടി മരാർക്കും, ക്ഷേത്രകലാ ഫെലോഷിപ്പ് സ്വാമി കൃഷ്ണാനന്ദ ഭാരതിക്കും. കോവിഡ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ ഹ്രസ്വചിത്രം ചിത്രീകരണം ആരംഭിച്ചു. സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് NA നെല്ലിക്കുന്ന് MLA. കാസർഗോഡ് ജില്ലയിൽ അനുവദിച്ച 2 കോടതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് അഡീഷണൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ, ഹോസ്ദുർഗ് പോക്സോ സ്പെഷ്യൽ കോടതി എന്നിവയാണ് പുതുതായി അനുവദിച്ചത്. കാസർഗോഡ് നിരവധി കേസുകളിൽ പ്രതിയായ ബായ്ക്കട്ട സ്വദേശി ഹുസൈൻ അറസ്റ്റിൽ. പ്രതിയെ പിടികൂടിയത് കാസർഗോഡ് DYSP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം. ഫാക്ട് ചെക്ക്. ഇമാനുവൽ മക്രോണിനെതിരെ പാക് സർക്കാർ ആരോപണം ശക്തമാക്കിയതിനെ തുടർന്ന് 118 പാകിസ്ഥാനികളുടെ വീസയും 183 പേരുടെ സന്ദർശക വീസയും ഫ്രാൻസ് റദ്ദാക്കിയെന്ന പ്രചാരണം വ്യാജം. എന്നാൽ പാക് പൗരന്മാരുടെ വീസ റദ്ദാക്കിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഫ്രാൻസിലെ പാകിസ്ഥാൻ എംബസി വ്യക്തമാക്കി. ഇസ്ലാമിക തീവ്രവാദത്തെ പ്രമുഖ മാധ്യമപ്രവർത്തക റാണ അയൂബ് ലഘൂകരിക്കുന്നുവെന്ന് വ്യാജ പ്രചാരണം സത്യാവസ്ഥയിലേക്ക്. വ്യാജ വാർത്തകൾ കൊണ്ട് സ്ഥിരം വേട്ടയാടപ്പെടുന്ന വ്യക്തിയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തക റാണ അയൂബ്. ഫ്രാൻസിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർക്കെതിരെ പുതിയ കഥ വ്യാജന്മാർ ചമച്ചിട്ടുണ്ട്. ഇസ്ലാമിക തീവ്രവാദത്തെ റാണ അയൂബ് ലഘൂകരിക്കുന്നുവെന്നാണ് കൃത്രിമ വാർത്തയിലെ ആരോപണം. റാണ അയൂബ് CNN ചാനലിൽ സംസാരിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചാണ് വ്യാജ പ്രചാരണം. 2 പേരുടെ തലയർത്തതുകൊണ്ട് മുസ്ലിങ്ങളെ വെറുക്കേണ്ട ആവശ്യമില്ലെന്ന് അവർ പറയുന്നതായി സ്ക്രോൾ ബാറിൽ എഴുതി കാണിക്കുന്നു. ഇതിന്റെ പേരിൽ കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഗ്ലോബൽ ഒപ്പീനിയൻ റൈറ്ററും ഗുജറാത്ത് കലാപത്തെ തുറന്നു കാണിക്കുന്ന ഗുജറാത്ത് ഫയൽസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ റാണ അയൂബിനെ ഇസ്ലാമിക് ജേർണലിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച് പലരും കടന്നാക്രമിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ മാർച്ചിൽ ഡൽഹി കലാപത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൽ നുണ എഴുതി പിടിപ്പിച്ചാണ് പൊള്ളയായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. CNN വേണ്ടി ഫരീദ് സക്കറിയ നടത്തുന്ന ചർച്ചയിൽ റാണ അയൂബ് പങ്കെടുക്കുന്ന വീഡിയോ ചാനലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. മാർച്ച് 1 റാണയുടെ സംഭാഷണം CNN ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട്. 5 മിനിറ്റും 55 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോയിൽ എവിടെയും ഇസ്ലാമിക തീവ്രവാദത്തെ ലഘൂകരിച്ച് സംസാരിക്കുന്നില്ല അവർ. വീഡിയോ 1 മിനിറ്റും 0.06 സെക്കൻഡും പിന്നിടുമ്പോഴുള്ള രംഗമാണ് വ്യാജ വാർത്തയ്ക്കായി സ്ക്രീൻ ഗ്രാബ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടെത്തി. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ക്രോൾ ബാറിൽ എഴുതിയിട്ടുള്ളത് പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഡൽഹി കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നാണ്. ഒറിജിനൽ വീഡിയോയിൽ ചാനലിന്റെ ലോഗോയ്ക്ക് താഴെ ഫരീദ് സക്കറിയ GPS എന്നെഴുതിയിട്ടുണ്ട്. വ്യാജ സൃഷ്ടിയിൽ അത് ഫരീദ് ഫക്കറിയ എന്ന് തെറ്റിപ്പോയിട്ടുള്ളതും കാണാം. നുണകളിൽ കെട്ടിപ്പൊക്കിയ മറ്റൊരു ആരോപണത്തിന്റെ കൂടി മുന ഒടിയുകയാണിവിടെ. വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ നുണപ്രചാരണങ്ങളോട് പൊരുതി മടുത്തുവെന്നാണ് റാണ അയൂബ് ഇതിനോട് പ്രതികരിച്ചത്. വ്യാജ വാർത്തകൾക്കെതിരായ പോരാട്ടം വ്യക്തികളിൽ നിന്ന് സമൂഹം ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകത ആ വാക്കുകളിൽ വ്യക്തമാണ്. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മോശം പരാമർശം നടത്തിയ കേസിലെ പ്രതിയെ നവംബർ 9 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സമീർ താക്കറിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ആദിത്യ താക്കറെക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ മോശം പരാമർശം നടത്തിയിരുന്നു. ബീഹാർ സാർസിലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരത് മാതാ കി ജയ് അല്ലെങ്കിൽ ജയ് ശ്രീറാം എന്ന് നമ്മൾ വിളിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട്. അവരാണിപ്പോൾ ബീഹാറിലെ ജനങ്ങളിൽ നിന്ന് വോട്ട് ചോദിക്കുന്നതെന്ന് പ്രധാനമന്ത്രി.
നോത്രദാം ബസലിക്ക ആക്രമണത്തിൽ അറസ്റ്റിലായ ടുണീഷ്യൻ സ്വദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചോദ്യം ചെയ്യൽ വൈകുമെന്ന് സൂചന. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് കൌൺസിലർ BJP-യിൽ ചേർന്നു. തിരുവല്ലം വാർഡ് കൌൺസിലർ നെടുമ മോഹനാണ് BJP-യിൽ ചേർന്നത്. വിയന്നയിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഡൽഹിയിലെ ഓസ്ട്രിയൻ എംബസി താൽക്കാലികമായി അടച്ചു. ഈ മാസം 11 വരെയാണ് എംബസി അടച്ചത്.